പറഞ്ഞത് എന്താ പറഞ്ഞത്? ദീനിന്റെ കാര്യം പറയാൻ ഞാൻ എപിയെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പറഞ്ഞതാരാ? അതാണ് ഔലിയാക്കളുടെ കൂടെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ, അല്ലാതെ മക്ബറ കൂടെ ഉണ്ടാവാന്നല്ല. എത്ര മഹാന്മാർ പറഞ്ഞാലുണ്ടോ ഇരുത്തിയിരുന്നു. അതാണ് കാന്തപുരം ഉസ്താദിന്റെ ശക്തിയട്ടോ. ഉസ്താദിന്റെ ഒരു രോമത്തിന് തൊടാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല. കാരണം ഉസ്താദിന്റെ പിന്നിലുള്ളത് ഔലിയാക്കളാണ്, ആരിഫീങ്ങളാണ്. ഇതുപോലെയുള്ള മഹാന്മാരുടെ ആശീർവാദമാണ്. മഹാനായ ശൈഖുനാ വ സയ്യിദുനാ താജുൽ ഉലമ സയ്യിദ് അവർകൾ, ശൈഖുനാ സുൽത്താനുൽ ഉലമ എപി ഉസ്താദ് അവർകൾ, ഈ മഹാന്മാരുടെ നിലപാട് ഇവരെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മഹാനരായ ശൈഖുനാ ഖുതുബുൽ ആലം ഷെയ്ഖ് മുഹമ്മദ് അബീബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. നിങ്ങൾക്കൊക്കെ അറിയാം, സമയ വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദ് അവർകൾ ചെന്നപ്പം ഖുതുബുൽ ആലം പറഞ്ഞത്, അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായാലോ, ഷെയ്ഖുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുനാ ഖുതുബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ ബാപ്പാരാന്നറിയോ? ഇപ്പോൾ ഇവിടെ എല്ലാ സ്റ്റേജിലും ഇങ്ങനെ ഒരു പച്ച മുണ്ടിട്ടിട്ട് ഇങ്ങനെ മുമ്പിൽ ഇരിക്കുന്ന ആ കാക്ക പറയട്ടെ. 2 മിനിറ്റ് പറയാൻ വേണ്ടി വിവാഹമായി അടുത്തിടപെടുന്ന മഹാനന്ദർക്ക് ഞാൻ ക്ഷണിക്കുന്നു. അതിനുശേഷം എന്റെ വിഷയം ഞാൻ അങ്ങനെ സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഉടനെ തന്നെ ഞങ്ങൾ ശേഖനായുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ പത്രങ്ങളുടെ സമസ്ത 2 എന്ന് കാണുന്നുണ്ടോ? ശേഖന അവിടെ നിന്ന് കിടക്കുന്ന സമയത്ത് അവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സമസ്ത ഒന്നേ ഉള്ളൂ, അല്ലേ? സമസ്ത ഒന്നേ ഉള്ളൂ. ഏതെങ്കിലും കുഞ്ഞിക്കോയ തങ്ങൾ ഇവിടെ വന്നിരുന്നു. ജീവന്റെ കാര്യങ്ങൾ നടത്താൻ അവരെ ഞാൻ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഹക്ക്. ശേഖനായുടെയും ഏപിയുടെയും കുഞ്ഞിക്കോയ തങ്ങളുടെയും പിന്നിൽ അണിഞ്ഞിരുന്നോ? സമസ്ത 2 നേരത്തെ ശേഖനാന്റെ അടുത്ത് ചെന്നവരോട് പറഞ്ഞതാണ്, സമസ്ത ഒന്ന് മാത്രമേ ഉള്ളൂ, ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഓരോരുത്തരും കൂടിക്കൊള്ളി. ശേഖനാൻ നേരിട്ട് പറഞ്ഞ ആളുകൾ